ഹായ്, ഇതാണ് പിരമിഡ്സ് അഥവാ പിരമിഡ്. ഓക്കെ, ഇത് ഞാൻ സോൾവ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആർക്ക് വേണമെങ്കിലും ഒന്ന് സോൾവ് ചെയ്യാൻ തോന്നും. അത്രയ്ക്കും ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നമുക്കിതൊന്ന് നോക്കാം എങ്ങനെ സോൾവ് ചെയ്യണമെന്ന്. നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾ പറയും, അയ്യോ ഇതൊന്ന് വാങ്ങിച്ചത് ചെയ്ത് നോക്കാമല്ലോ, അത്രയ്ക്ക് ഈസിയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇത് ഏതൊക്കെയാണ്, ഇതിൻ്റെ ഓരോ ബ്ലോക്കിൻ്റെ പേര്, ഈ ഓരോ ബ്ലോക്കിനും പേരുണ്ട്, അതൊക്കെ പറഞ്ഞുതരാം. അതിൻ്റെ ഒന്നും പേരൊന്നും അറിയേണ്ട ആവശ്യമൊന്നും ഇല്ല ആക്ച്വലി, എന്നാലും നിങ്ങളൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഈ 3 കോർണർ ബ്ലോക്ക്. ഓക്കെ, എല്ലാത്തിലും ഈ 3 കോർണർ ബ്ലോക്ക് വരുന്നത്. ഈ കാണുന്ന ഈ താഴത്തെ 2 മുകളിലുള്ള ഒന്നിനെയാണ് പറയുന്നത് സെൻറ്റർ ബ്ലോക്ക്. റിമൈനിങ് വരുന്ന ഈ 3 എഡ്ജ് ബ്ലോക്കായിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് ഇത് അറിഞ്ഞിരിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഫസ്റ്റ് ഞാൻ ഒന്ന് ഷഫിൾ ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് സോൾവ് ചെയ്യാം. ഇത് ട്രയാങ്കുലർ ഷേപ്പിലാണ് ഇത് മൂവ്മെൻ്റ് എല്ലാം വരുന്നത്. ഇതിൻ്റെ മോഷൻ ഇങ്ങനെയാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇതിനെ ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ യെല്ലോ ആണ് എടുക്കുന്നത്, യെല്ലോ സൈഡാണ് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഈ സെൻറ്റർ ബ്ലോക്ക് ഈ 3 നമ്മൾ ഫസ്റ്റ് യെല്ലോ ആക്കേണ്ടത്. ആദ്യം നമ്മൾ ഇവിടെ 2, നമ്മുടെ ലോജിക്ക് അനുസരിച്ച് ഇവിടെ 2 നമ്മൾ യെല്ലോ ആക്കണം. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോഴേ മനസ്സിലാവും എങ്ങോട്ടാണ് ആക്കേണ്ടത്. ഇവിടെയും ഇവിടെയും 2 ഞാൻ യെല്ലോ ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെയാണ് അടുത്ത് യെല്ലോ ആക്കേണ്ടത്. അപ്പോൾ ഈ ബ്ലോക്കിൽ യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ ഇല്ലെങ്കിൽ, ഇപ്പോൾ ഇവിടെ യെല്ലോ ഇങ്ങനെ തിരിക്കിയപ്പോൾ യെല്ലോ കിട്ടിയതുകൊണ്ട് ഈ 3 സൈഡും നമുക്ക് സെൻട്രൽ ബ്ലോക്ക് 3 യെല്ലോ ആക്കാൻ പറ്റി. ഇങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ യെല്ലോ, ഇവിടെ കിട്ടാത്ത യെല്ലോ അതാ ഇവിടെ ആയിരിക്കും ഉണ്ടാവുന്നത്. ഇവിടെ ഇങ്ങനെ തിരിക്കുമ്പോൾ യെല്ലോ ഇല്ലെങ്കിൽ ആ യെല്ലോ ഇവിടെ ആയിരിക്കും ഉള്ളത്. നോക്കട്ടെ, അങ്ങനെ വരുന്നത് കാണിച്ചു തരാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, ഫസ്റ്റ് നമ്മളിവിടെ 2 യെല്ലോ ആക്കുക. ഓക്കെ, ഈ കേസിൽ ഇവിടെ യെല്ലോ വരുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ യെല്ലോ വരുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ യെല്ലോ വരുന്നില്ലെങ്കിൽ അതിനർത്ഥം ഇവിടെ ഈ ഒരു മൂവ്, അതായത് ഈ ഒരു പൊസിഷനിൽ ആ യെല്ലോ കാണുമെന്നാണ് അതിനർത്ഥം. ഇവിടെ 2 ആക്കിയതിന് ശേഷം ഇത് തിരിക്കി നോക്കുക. അപ്പോഴത്തേക്ക് ഇവിടെ എന്തായിരുന്നാലും ഒരു യെല്ലോ കാണും. അതില്ല എങ്കിൽ ഇവിടെ ആയിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ ഇതിനെ നമ്മൾ ഡൗൺ സൈഡാക്കി പിടിക്കുക. ഈ 2 യെല്ലോ ഡൗൺ സൈഡാക്കി ഇങ്ങനെ പിടിക്കുക. ഈ സെൻറ്റർ ബ്ലോക്ക് 2 ഇങ്ങനെ വരുന്ന രീതിയിൽ പിടിച്ചതിന് ശേഷം ഈ പൊസിഷനിൽ എന്തായാലും യെല്ലോ ഉണ്ട്. ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഇതിങ്ങനെ തിരിക്കി വെച്ചതിന് ശേഷം ഈ താഴെ കാണുന്ന റൈറ്റ് സൈഡിൽ ട്രയാങ്കുലർ മൂവിൽ അപ്പ് സൈഡ് എടുക്കുക, ലെഫ്റ്റ് സൈഡുള്ളതിനെ അപ്പ് കൊണ്ടുപോവുക. അപ്പോൾ 3 സൈഡും ആയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഉള്ളതിനെ തിരിക്കി യെല്ലോ സെയിം കളേഴ്സാക്കി വെക്കുക. ഓക്കെ, ആയിട്ടുണ്ട്. ഇനി ഇവിടെ 2 നമ്മളിനി യെല്ലോ ആക്കേണ്ടത്. ഇവിടെയും ആക്കണം, അല്ല ഇവിടെ ഉണ്ട്, ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ആക്കേണ്ടത്. ഈ 2 ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഡൗൺ സൈഡാക്കി പിടിക്കാം. ഇനി യെല്ലോ എവിടെയാണുള്ളതെന്ന് നോക്കാം. ഇവിടെ ഒരു യെല്ലോ ഉണ്ട്, ഇവിടെ ഒരു യെല്ലോ ഉണ്ട്. ഇങ്ങനെയാണ് യെല്ലോ വരുന്നതെങ്കിൽ ഇതിൻ്റെ കൂടെയുള്ള കളർ ഏതാണ് നോക്കാം. ബ്ലൂ ഇവിടെ 2 ബ്ലൂ ഉണ്ട്. ഈ സെൻറ്ററിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ മൂവ് എല്ലാം ചെയ്യുന്നത്. യെല്ലോയുടെ കൂടെയുള്ളത് ബ്ലൂ ആണ്. അപ്പോൾ ഇവിടെ 2 ബ്ലൂ ഉള്ളതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക. ഇത് ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ ഈ യെല്ലോയുടെ കൂടെയുള്ളത് ബ്ലൂ. അപ്പോൾ നമ്മളിത് തിരിക്കി ഇവിടെ 2 ഉള്ളിടത്ത് വേണം വയ്ക്കാൻ. തിരിക്കിയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. കണ്ടോ, ഇതിവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം റൈറ്റ് സൈഡാണ് യെല്ലോ ഇരിക്കണമെങ്കിൽ നമ്മൾ ലെഫ്റ്റ് അപ്പ് സൈഡ് പൊക്കണം. എന്നിട്ട് ഇതിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരണം, താഴോട്ട് കൊണ്ടുവരണം. മനസ്സിലായോ? യെല്ലോ ഇപ്പോൾ ഇരിക്കുന്നത് റൈറ്റ് സൈഡിലാണ്. അതിൻ്റെ യെല്ലോയുടെ കൂടെയുള്ള കളർ ബ്ലൂ ആണ്. ബ്ലൂവിൻ്റെ സെൻറ്ററും സെയിം ആക്കണം. ഓക്കെ, ഈ ബ്ലൂവിൻ്റെ സെൻറ്ററുള്ളിടത്ത് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം റൈറ്റ് സൈഡിൽ യെല്ലോ ആണെങ്കിൽ ലെഫ്റ്റ് അപ്പ് എടുക്കുക, ടോപ്പിലുള്ള ട്രയാങ്കിളിനെ ലെഫ്റ്റ് കൊണ്ടുവരിക, താഴെ കൊണ്ടുവരിക. ഇത്രയേ ഉള്ളൂ. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക. അത് ഇവിടെയുണ്ട്. നേരത്തെ നമ്മൾ ചെയ്തത് റൈറ്റ് സൈഡിലെല്ലോ വന്നാലാണ്, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലെല്ലോ വന്നത്. ഇതിൻ്റെ കൂടെ ഉള്ളത് ഗ്രീൻ. ഇതിപ്പോൾ ഇതിൻ്റെ സെൻറ്റർ സെയിം ആയിട്ടിരിക്കണമെന്ന് നമുക്ക് നീക്കണ്ട, ഇല്ലെങ്കിൽ നീക്കിയാണ്. ലെഫ്റ്റ് സൈഡിലാണ് എല്ലോ വരണമെങ്കിൽ
റൈറ്റ് സൈഡിൽ അപ്പ് ചെയ്യുക. ഇത് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം, താഴെ കൊണ്ടുവരാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് ഒരു യെല്ലോ കംപ്ലീറ്റ് ആയാൽ ഈ ഒരു സെക്ഷൻ ഫുൾ കംപ്ലീറ്റ് ആയെന്നാണ് അർത്ഥം. കണ്ടോ, കാണാം. ഓക്കെ, അതിന് ശേഷം നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ ബ്ലൂ ഇവിടെ ഏതെങ്കിലും ഒരു കളർ സെയിം ആക്കി എടുക്കണം. അതായത് ഇവിടെ ബ്ലൂവും റെഡുമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെയും ബ്ലൂവും റെഡും വരണം, ഇവിടെയും ബ്ലൂവും റെഡും വരണം. പക്ഷെ ഇവിടെ അതല്ലല്ലോ വന്ന്. നമുക്ക് നോക്കാം ബ്ലൂവും റെഡും വരുന്ന എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. ഇതാ ഉണ്ട് ബ്ലൂവും റെഡും, പക്ഷേ ഇത് തിരിഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെടുക്കണ്ട. ഇനി റെഡും ഗ്രീനും. അപ്പോൾ ഇവിടെയും റെഡും ഗ്രീനും വന്നു. അങ്ങനെ വന്നെങ്കിൽ നമുക്കിതെടുക്കാം. ഇവിടെ വരുന്ന കളേഴ്സാണ് ഇവിടെ വരുന്നതെങ്കിൽ നമുക്കിതെടുക്കാം. റെഡും ഗ്രീനും വന്നു, ഇവിടെയും റെഡും ഗ്രീനും. അപ്പോൾ നമുക്ക് ഇതെടുക്കാം. ഇതെടുത്തതിന് ശേഷം നമ്മളിനി നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാണ് തിരിഞ്ഞിരിക്കുന്നതെങ്കിൽ ഇവിടെ ഗ്രീൻ ആണെങ്കിൽ ഇത് ഗ്രീൻ സൈഡിൽ തന്നെ കൊണ്ടുവയ്ക്കുക. അല്ലാതെ ഇതിങ്ങനെ കൊണ്ടുവയ്ക്കരുത്, തെറ്റാണ്. ഇങ്ങനെ വയ്ക്കണം. ഓക്കെ, ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇവിടെ 2 ആയാൽ ഇത് ഇവിടെയും കൂടെ അങ്ങനെ ആക്കണം. ഇവിടെയും കൂടെ അങ്ങനെ ആക്കാനുള്ള ഒരു സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പിടിക്കുക, മുകളിലോട്ട് കൊണ്ടുവരിക, ലെഫ്റ്റ് സൈഡ് കൊണ്ടുവരിക, താഴോട്ട് കൊണ്ടുവരിക, ലെഫ്റ്റ് കൊണ്ടുവരിക. എങ്ങനെയാണ്? അപ്പ്, ലെഫ്റ്റ്, ഡൗണ്, ലെഫ്റ്റ്. അപ്പോൾ ഇത് ഇവിടെ ആയിട്ടില്ല. അപ്പോൾ അത് തന്നെ ഇവിടെ 3ഉം ഇവിടെയും റെഡും ഗ്രീനും ആവുന്നവരെയും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പ്, ലെഫ്റ്റ്, ഡൗണ്, ലെഫ്റ്റ്. ആയിട്ടില്ല. അപ്പ്, ലെഫ്റ്റ്, ഡൗണ്, ലെഫ്റ്റ്. ഇതായിട്ടുണ്ട്. ഇങ്ങനെ ആയിട്ടുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് നോക്കേണ്ടത്, ഇങ്ങനെ വന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു തെറ്റായിട്ടുള്ളത് കാണാം. ഇവിടെ ബ്ലൂവും ഗ്രീനും കിടപ്പുണ്ട്. ഇനി നമ്മൾ ശരിയാക്കേണ്ടത് ഇതാണ്. ഇപ്പോൾ എല്ലോ ശരിയായിട്ടുണ്ട്, അറിയാം. ഇനി അടുത്ത് ഈ സൈഡ്, അതായത് ഇവിടെ ഇത്രയും ശരിയായിട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊന്ന് തെറ്റായിട്ട് ഉറപ്പായിട്ടുണ്ടാവും. അതിനെ നമുക്ക് ശരിയാക്കാം. അതിന് ശരിയാക്കി നേരെ ഇതിനി താഴെ പിടിക്കുക. ഇവിടെയാണ് വന്നിട്ടുള്ളതെങ്കിൽ, ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്കറിയാം റൈറ്റ് വെച്ച് ചെയ്യേണ്ടത് ലെഫ്റ്റ് വെച്ച് ചെയ്യേണ്ടതും അറിയാം. നിങ്ങൾ കുറേ തവണ ചെയ്യുമ്പോൾ ശരിയാവും. ഇവിടെയാണ് വന്നിട്ടുള്ളതെങ്കിൽ അതിന് ശരിയാക്കാൻ 3x3 ചെയ്യുന്ന പോലെയാണ്. മുകളിലോട്ട് കൊണ്ടുപോവുക, ലെഫ്റ്റിലോട്ട് കൊണ്ടുപോവുക, താഴോട്ട് കൊണ്ടുവരിക. ഇത് ഇതേപോലെ അങ്ങ് ചെയ്താൽ മതി ഇവിടെ വന്നാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രീൻ ഒന്ന് തെറ്റിയിട്ടുണ്ടല്ലോ. ആ ഗ്രീൻ എവിടെയാണ് കിടക്കുന്നതെന്ന് കണ്ടുപിടിക്കുക. അതെവിടെ? ഈ ഗ്രീനിൻ്റെ കൂടെയുള്ള കളർ ബ്ലൂ ആണ്. അപ്പോൾ ഇവിടെ രണ്ടും ബ്ലൂ വരുന്ന രീതിയിൽ കൊണ്ടുവരാം. ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ റൈറ്റ് സൈഡിലാണ് ഗ്രീൻ വന്നിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് അപ്പ് ചെയ്യുക, ലെഫ്റ്റിലോട്ട് കൊണ്ടുവരാം, താഴോട്ട് കൊണ്ടുവരാം. ഓക്കെ, ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ഇനി നമുക്ക് ഈസിയാണ്. ഇനി വേറെ കോംപ്ലിക്കേഷനൊന്നുമില്ല, സോൾവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് വളരെ ഈസിയാണ്. ഞാൻ ഇപ്പം കുറച്ച് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടാണ് കുറച്ച് ടൈം ആയത്. നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു. സീ യു.